സംസ്ഥാനത്ത് 31 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് കനത്ത തിരിച്ചടി. പാലക്കാട് തച്ചൻപാറ അടക്കം 3 പഞ്ചായത്തുകൾ ഇടതിന് നഷ്ടമാകും. തച്ചൻപാറയ്ക്ക് പുറമെ തൃശൂർ, നാട്ടിക, ഇടുക്കി, കരിമണ്ണൂർ പഞ്ചായത്തുകളിലാണ് ഭരണമാറ്റം. 3 പഞ്ചായത്തുകളിലും UDF അട്ടിമറി വിജയം നേടി. കോട്ടയം അതിരമ്പുഴ 3-ാം വാർഡും കൊല്ലം പടിഞ്ഞാറേക്കല്ലട 8-ാം വാർഡും LDF പിടിച്ചെടുത്തു. കണ്ണൂർ, കണിച്ചാൽ, മാടായി പഞ്ചായത്തുകൾ LDF നിലനിർത്തി. 17 UDF-ഉം 11 LDF-ഉം 3 വാർഡിൽ BJP-യും വിജയിച്ചു. തൃശൂർ നാട്ടികയിൽ UDF-ന് അട്ടിമറി വിജയമാണ്. ചൊവ്വന്നൂർ പഞ്ചായത്ത് 3-ാം വാർഡ് UDF-ഉം കൊടുങ്ങല്ലൂർ നഗരസഭ 41-ാം വാർഡ് NDA-യും നിലനിർത്തി. ചാലിശ്ശേരി പഞ്ചായത്തിൽ തച്ചമ്പാറ സീറ്റ് കൂടി ലഭിച്ചതോടെ UDF അംഗബലം 8ആയി. കൊടുവായൂർ പഞ്ചായത്തിലെ 13-ാം വാർഡായ കോളോട്ട് CPM നിലനിർത്തി. കൊല്ലം ഏരൂർ ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് LDF ജയിച്ചു. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് LDF-ൽ നിന്ന് UDF പിടിച്ചെടുത്തു. കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് തെക്കേമുറി വാർഡ് BJP-യിൽ നിന്ന് LDF പിടിച്ചെടുത്തു. പത്തനംതിട്ട എഴുമറ്റൂർ 5-ാം വാർഡ് കോൺഗ്രസിൽ നിന്നും BJP പിടിച്ചെടുത്തു. നിരണം 7-ാം വാർഡ് UDF-നാണ്. കോന്നി അരുവാപ്പുലം പഞ്ചായത്ത് 12-ാം വാർഡ് LDF നിലനിർത്തി. കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഇളകൊല്ലൂർ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി ജയിച്ചു. പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് വല്ലന ഡിവിഷൻ UDF നിലനിർത്തി. ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്ത് പന്നൂർ വാർഡിൽ UDF വിജയിച്ചു. ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്ത് പന്നൂർ വാർഡ്, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി വാർഡ്, ആലപ്പുഴ പത്തിയൂർ പഞ്ചായത്ത് 12-ാം വാർഡ് എന്നിവ UDF ജയിച്ചു. മഞ്ചേരി നഗരസഭ കരുവമ്പ്രം വാർഡ് CPM-ൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു. കോട്ടയം ഈരാറ്റുപേട്ട നഗരസഭ 16-ാം വാർഡ് UDF നിലനിർത്തി. കോട്ടയം കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡ് ആനയാംകുന്ന് വെസ്റ്റിൽ UDF വിജയിച്ചു. മലപ്പുറം ആലക്കോട് പഞ്ചായത്തിൽ 18-ാം വാർഡ് പെരുമുക്ക് UDF-ൽ നിന്ന് LDF പിടിച്ചെടുത്തു. തിരുവനന്തപുരം വെള്ളറട പഞ്ചായത്തിലെ കരിക്കാമൻകോട് വാർഡ് BJP നിലനിർത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV.